ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിയ. എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് എന്നെ പറ്റി അറിയുന്നുണ്ടാവും. സോ ഞാൻ കുറേ ആയി എൻ്റെ പേജിൽ ഒരു ലൈവ് വന്നിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ തിരക്കും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ മടിയും. എന്നാണ് ലൈവിൽ പലപ്പോഴും വിചാരിക്കും ലൈവിൽ വരണം സംസാരിക്കണം എന്നൊക്കെ, പക്ഷേ മടി പിടിച്ചിട്ടാണ് ഞാൻ വരാഞ്ഞത്. ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് മീ ഡു ദിസ് എന്ന് വിചാരിച്ചു. സോ ഞാൻ ഇങ്ങനെ കുട്ടികളെയൊക്കെ ഡ്രോപ്പ് ചെയ്ത് എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, റൂട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ലൈവിൽ വരുന്നത് കേട്ടോ. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് മൈൻഡ് സെറ്റ്. അതിനെ പറ്റി പറയാനാണ്. ചെറിയൊരു കുറച്ച് സമയം, അധികം നീട്ടി വലിച്ച് ഞാൻ കൊണ്ടുപോകണമൊന്നുമില്ല. ഞാൻ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റാന്ന് പറയാനുള്ള റീസൺ, എൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. മുമ്പ് ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു കൊല്ലം മുമ്പ് മൈൻഡ് സെറ്റ് എന്താന്ന് ചോദിച്ചാൽ എന്താ മൈൻഡ് സെറ്റോ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം മൈൻഡ് സെറ്റ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മുടെ ലൈഫിനെ എത്രമാത്രം ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ മൈൻഡ് സെറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഒരു 90% ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ മൈൻഡ് സെറ്റ് എന്ന് വിശ്വസിക്കുന്ന, എന്ന് മനസ്സിലാക്കിയ, എന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഓക്കെ, സോ മൈൻഡ് സെറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിന് റീസൺ, പലപ്പോഴും നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മളത് വേണോ വേണ്ടയോ എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മളെ എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത്, നമ്മുടെ ഗ്രോത്തിനെ ഡിസൈഡ് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. അത് പലപ്പോഴും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, കുറേ പേര് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. സോ ഞാൻ ഈ ബിസിനസ്സിൽ വന്നേ പിന്നെ, ഞാൻ ഈ ചെയ്യുന്ന ബിസിനസ്സിൽ വന്നേ പിന്നെയാണ് മൈൻഡ് സെറ്റ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് അങ്ങനെ വരാൻ കാരണം ഈ ബിസിനസ്സിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു ഹാവ് എ വെരി ഗുഡ് മൈൻഡ് സെറ്റ് എന്നുള്ള കാര്യം. അതിന് നമുക്ക് റോന്ദാബായ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റോന്ദാബായ് ദ മാജിക് എന്ന് പറഞ്ഞ ബുക്ക് നമ്മൾ വായിക്കുന്നതും അതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ, അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ സീക്രറ്റ് എന്ന് പറഞ്ഞ ബുക്ക്, അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ, അതൊക്കെ കാര്യങ്ങൾ, ഇതൊന്നും റൂളായിട്ട് അവർ പറയുന്നതല്ല. അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് തരുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെയാണ് ഞാൻ ഈ മൈൻഡ് സെറ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനും, ഇപ്പം ഞാൻ അതിൻ്റെ ഒരു കോഴ്സ് എടുക്കുന്നുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ, ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമുക്ക് പുതിയതായിട്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സ്റ്റാർട്ട്